ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഒരു ഹോം ടൂർ വീഡിയോ ആണ്. അപ്പോൾ ഹോം ടൂറിൽ ഞാൻ എന്താണ് വയലിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ വീടിനടുത്തുള്ള വയലാണ്. അതും കൂടി നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വയലിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം മഴയൊക്കെ ചെറുതായിട്ട് കുറച്ച് മഴയൊക്കെ കിട്ടിയതുകൊണ്ട് വയലൊക്കെ ഇപ്പം നല്ല പച്ചപ്പായിട്ട് നിൽക്കുകയാണ്. കാണാൻ അടിപൊളിയാണ്. ഇതിനടുത്തൊരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. നല്ല അടിപൊളി കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ചെറിയ കാർമേഘമൊക്കെ ഉണ്ട്, മഴ പെയ്യുമെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഇതൊരു തറവാട് വീടാണ് കേട്ടോ. പഴയ മോഡൽ ഒരു ട്രഡീഷണൽ ഹോമാണ്. അതിൽ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി ഓടിട്ട ഒരു വീടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു സൈഡിൽ ഇപ്പൊ അടുക്കളയും അതേപോലെ തന്നെ ഒരു ഓഫീസ് റൂമും ഒക്കെ ഓടിട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിൽ ഈ കാണുന്ന കയറും വള്ളിയൊക്കെ എന്താണെന്ന് വെച്ചാൽ പാഷൻ ഫ്രൂട്ടിന്റെ കൃഷി ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇപ്പോൾ എല്ലാം ഒന്ന് ഡൗൺ ആയിട്ടാണ് ഉള്ളത്. എല്ലാം ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടി വരും. മഴയൊക്കെ പെയ്ത് മൊത്തം നാശമായി നിൽക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അപ്പൊ നമ്മുടെ വീടിലേക്ക് കടക്കുന്ന ഈ വഴിയിൽ തന്നെ ആയിട്ടാണ് നമ്മുടെ പേരക്കമരം ഉള്ളത്. ഈ ഒരു പേരക്കമരത്തിൽ നിന്ന് കിട്ടിയ പേരക്കൊക്കെ കണക്കില്ല. കാരണം അത്രയും പേരക്കകളാണ് ഇതിൽ നിന്ന് കിട്ടാറുള്ളത്. ഇപ്പൊ സീസൺ ടൈം അല്ല കേട്ടോ. സീസൺ ടൈമിൽ ഒരുപാട് പേരക്ക കിട്ടാറുണ്ട്. അത്രയൊന്നും വർഷമായിട്ടില്ല. അച്ഛൻ ഇവിടെ നിന്ന് തൈ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഈ സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു സമയത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് മുല്ലവള്ളി പൂത്തു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ മുറ്റം നിറയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മുല്ലപ്പൂക്കൾ വീണ് കിടക്കാണ്. മുല്ലവള്ളി കുറച്ച് ഇവിടെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ഒരു മാവിന്റെ മുകളിലായിട്ട് മൊത്തം ഈ മുല്ലവള്ളി പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാഴ്ച ഇത് തന്നെയാണ്. ഇതിപ്പോ എൻ്റെ വീടാണ്. ഞാൻ അവിയും ഒരാഴ്ച ഇവിടെ നിൽക്കാൻ വന്നതാണ്. അപ്പൊ ആ സമയത്ത് തന്നെ ഇത്രയും മുല്ലപ്പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്ന അടിപൊളി കാഴ്ചയൊക്കെ കാണാൻ പറ്റി നമുക്ക്. അടിപൊളി സ്മെല്ലാണ്. രാത്രി ആവുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം നല്ല മണായിരിക്കും. അപ്പൊ നമുക്ക് വീടിനകത്തേക്ക് പോവാം. പഴയ വീടാണ്. പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് വർഷമായി. അതുകൊണ്ട് ഒരുപാട് വൃത്തികേടൊക്കെ കണ്ടാൽ ക്ഷമിക്കുക. ഇതാണ് നമ്മുടെ ഔട്ടർ സൈഡ്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നാച്ചുറൽ AC റൂം പോലെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തെ കാണുന്നത്. ഇതൊരു തറവാട് വീടാണല്ലോ. അപ്പൊ നമ്മുടെ കസിൻസും എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നിലത്ത് തന്നെ അങ്ങ് കിടക്കും. എത്ര ചൂടായാലും ഈ ഒരു സ്ഥലത്ത് കിടക്കും ഇരിക്കുകയും ഒക്കെ ചെയ്ത് വർത്താനം പറഞ്ഞിരിക്കാൻ അടിപൊളിയാണ്. നല്ല തണുപ്പാണ് ഇവിടെ. അപ്പൊ ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സ്പോട്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു മുല്ലപ്പൂവിന്റെ കാഴ്ച കൂടി ആവുമ്പോൾ അടിപൊളിയാണ്. ഇപ്പൊ ഞാനും അവി നിൽക്കാവുന്നത് കൊണ്ട് തന്നെ കൂടുതലും അവീന്റെ കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവന്റെ കുട ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അവന്റെ ഒരു കുഞ്ഞു വണ്ടിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചെയർ ഇവിടെ ഇട്ടതിനുള്ള കാരണം എന്ന് വെച്ചാല് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ഈ ഒരു സ്ഥലം. ഒറ്റക്കൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഇവിടെ വന്നിരുന്ന നല്ല കാറ്റുമാണ്, നല്ല കാഴ്ചകളുമാണ്. ഈ ഒരു പച്ചപ്പും ഈ ഒരു സൈഡിലായിട്ടാണ് വയലൊക്കെ ഉള്ളത്. അപ്പൊ നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പൊ ഞാൻ ജനിച്ചു വളർന്ന ഒരു വീടായതുകൊണ്ട് തന്നെ ഈ ഒരു സ്പോട്ട് എന്റെയും ഫേവറേറ്റ് സ്പോട്ടാണ്. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ആയാലും PSC എക്സാമിന് പഠിക്കുമ്പോഴായാലും പഠിക്കാൻ വന്നിരിക്കുന്ന ഒരു സ്പോട്ടാണിത്. അപ്പൊ നമുക്ക് നേച്ചർ, അതായത് പുറത്തോട്ട് നോക്കിയാൽ ഒരു ബഹളവും ഇല്ല, വാഹനങ്ങളുടെ ബഹളവും നഗരത്തിന്റെ ഒരു ബഹളവും ഇല്ലാതെ നമുക്കിരുന്ന് പഠിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത്. ഇവിടെ ആയിട്ട് നമ്മൾ ബുക്സ് ഒക്കെ വെച്ചിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് കൂടുതലും പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് വന്നിരുന്ന് പഠിച്ചിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലായിട്ടൊരു അയക്കുണ്ട്. അപ്പോൾ കണ്ണൂർ ഭാഷയിൽ അയക്ക് എന്നാണ് പറയാ, ഇങ്ങനെ തുണിയൊക്കെ അറിയിടാനായിട്ട്. അപ്പൊ അവീന്റെ കുറച്ച് തുണികളും പിന്നെ തോർത്താണ് കൂടുതലും ഇവിടെ ഇടുക. നമ്മൾ കുളിച്ച് വന്നിട്ടാകുമ്പോൾ ഡയറക്റ്റ് എല്ലാവരുടെയും തോർത്ത് ഇവിടെ അറിയിടും. അപ്പൊ മഴ ആയതുകൊണ്ട് അവീന്റെ കുറച്ച് തുണികളൊക്കെ ഉണങ്ങാത്തത് കൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഒരു റൂമുണ്ട്. ഇത് സെപ്പറേറ്റ് ഔട്ട് സൈഡ് ആണ്. ഇവിടെ കുറച്ച് വിറകൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മ മഴക്കാലം ആയതുകൊണ്ട് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാറ്റണം അങ്ങോട്ടേക്ക്. ഇത് നമ്മുടെ മീറ്ററാണ്. ഈ ഒരു റൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മൾ യൂസ് ഒന്നും ചെയ്യാത്ത റൂമാണ്. പണ്ട് അച്ചാച്ചന്റെ റൂമായിരുന്നു. അപ്പൊ അച്ചാച്ചന്റെ മരണശേഷം എന്ന് വെച്ചാൽ ഇവിടെ ആരും താമസിക്കാറൊന്നുമില്ല. ഇത് ഔട്ട് സൈഡ് ആണല്ലോ, വീടിന്റെ ഉള്ളിലായിട്ടല്ല. അപ്പൊ ഇവിടെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ കൂട്ടിയിട്ടിട്ടൊന്നുമല്ല, കുറച്ച് നല്ല വൃത്തിയിൽ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് പേപ്പറും അമ്മേന്റെ കുറച്ച് കൃഷി വെള്ളരികളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്.
പിന്നെ അച്ഛന് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് സാധനങ്ങളും ഒക്കെ ഇവിടെയാണ് സൂക്ഷിക്കാറുള്ളത്. ഞാൻ അയക്കും ഇവിടെ കെട്ടാറുണ്ട്. മഴ സമയത്ത് നമുക്ക് തുണിയൊക്കെ അറിയിടാൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതിന് ലോക്കൊന്നുമില്ല. അപ്പൊ ഇങ്ങനൊരു കയറ് വെച്ചിട്ട് അച്ഛൻ സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അകത്തേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡോറാണ്. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഇതുവഴിയാണ് നമ്മൾ അകത്തേക്ക് കടക്കേണ്ടത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഈ സൈഡിലായിട്ട് ഒരു റൂമുണ്ട്. ഇത് എക്സ്ട്രാ പണിതതാണ്, പിന്നീട് കൂട്ടിയെടുത്തതാണ് ആപ്പന്റെ ഒക്കെ കല്യാണ സമയത്ത്. അപ്പൊ ഇവിടെ ഇത് വാർപ്പാണ്. ബാക്കി ഏരിയ മൊത്തം ഓടും മച്ചും ഒക്കെയാണ്. ഈ ഒരു ഉള്ളിലൊക്കെ മച്ചാണ് മുകളിൽ വരുന്നത്. അപ്പോൾ ഇവിടെയാണ് വാർപ്പ് വരുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ. അതേപോലെ തന്നെ ടി വിയും ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ടി വി ഇപ്പം കേടായിട്ടാണുള്ളത്, യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ നമ്മുടെ എന്റെ കല്യാണ ഫോട്ടോ വെച്ചിട്ടുണ്ട്, നമ്മുടെ ഫാമിലി ഫോട്ടോ, അവീന്റെ കുഞ്ഞിന്റെ ഫോട്ടോ. ഇതിന്റെ നമുക്ക് കല്യാണത്തിന് ഓരോ ഗിഫ്റ്റ് എന്നതാണ്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ കസിൻസ് ആയാലും ഫാമിലിയിൽ എല്ലാവരും ഫുഡ് കഴിക്കുന്നതും ഇരുന്ന് വർത്താനം പറയുന്നതും ടി വി കാണുന്നതും ഒക്കെ ഇവിടെയാണ്. നമുക്ക് ഇപ്പുറത്ത് വെച്ച് തന്നെ കടക്കാം. നമുക്ക് മെയിൻ ഡോർ വഴി അകത്തേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെ സൈഡിൽ കിച്ചൺ ആണ്. കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മുടെ നേരത്തെ കണ്ട ഓഫീസ് റൂമിൽ നിന്ന് കണക്റ്റഡ് ആയിട്ടാണ്. ഇവിടെയും വാർപ്പാണ് ചെയ്തിരിക്കുന്നത്. മൊത്തം കരിയൊക്കെ പിടിച്ചു കിടക്കാണ്. അവിടെ ഗ്യാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. എന്റെയൊക്കെ കല്യാണത്തിന്റെ സമയത്ത് പെയിന്റ് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് വൃത്തികേടുണ്ടാവും. പിന്നെ പഴയ വീടായതുകൊണ്ട് തന്നെ നമ്മൾ എത്ര അടുക്കി പെറുക്കി വെക്കാൻ ശ്രമിച്ചാലും ഒരുപാട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ മുകളിലായിട്ട് നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എക്സ്ട്രാ ഉള്ളത്. ഇവിടെ കുറച്ച് ഫ്രൂട്ട്സും ഇങ്ങനെ എന്തെങ്കിലും തിന്നാനുള്ള ഐറ്റംസ് ഒക്കെയാണ് വെക്കുക. ഇവിടെ ചാക്കുകെട്ടുകളായിരിക്കും. കാരണം ഇവര് കൃഷിയൊക്കെ ഉള്ളത് കൊണ്ട് അരി, നെല്ല്, അതേപോലെ തന്നെ പയറുകൾ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ ചാക്കിലാണ് സൂക്ഷിച്ച് വെക്കുക. ഇതാണ് നമ്മുടെ കുളിമുറി വരുന്നത്. ഇവിടെ ആണ് നമ്മുടെ കിണർ. അധികം ആഴമൊന്നും ഇല്ലാത്തൊരു കിണറാണ്. പിന്നെ ഇവിടെ ടോയ്ലറ്റ് വരുന്നുണ്ട്. അങ്ങനെ പോവാം. പിന്നെ ഇവിടെ കുറച്ച് ഷോക്ക് ഐറ്റംസ്. ഇതാണ് നമ്മുടെ വിറകടുപ്പ് വരുന്ന റൂം. ഇവിടെയാണ്. പഴയ ഒരു വീടാണ്. ഇവിടെ മുറം വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ കുറച്ച് മാച്ചി, അതായത് ചൂലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അടുപ്പിനടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രഷ് ചൂലാണ് കേട്ടോ, യൂസ് ചെയ്തതല്ല. ഈ നമ്മുടെ കവുങ്ങിന്റെ വാളയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അടുപ്പ് നമ്മുടെ പഴയ അടുപ്പാണ്, വിറകടുപ്പ്. അടിയിലായിട്ട് കുറെ വിറകൊക്കെ അമ്മ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തേക്കുള്ള വാതിലാണിത്. പണ്ടത്തെ സ്റ്റൈല് വാതിലൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഔട്ട് സൈഡ് വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു കൂട പോലെ ഉണ്ട് വിറകൊക്കെ വെക്കാനായിട്ട്. ഇവിടെയൊക്കെ ഇപ്പൊ അത്യാവശ്യം അമ്മയൊന്നും യൂസ് ചെയ്യുന്നില്ല. അവിടെ വാഷിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് ദിവസം മുന്നേ ആയിട്ട് ഈ ഒരു ഏരിയ കണ്ടോ, ഇവിടെ ഇപ്പൊ സ്റ്റീലിന്റെ സംഭവങ്ങളാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സംഭവം തടിയൊക്കെ മാറ്റിയിട്ട് ഈ സ്റ്റീലിന്റെ സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ യൂഷ്വലി നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നത് ഇവിടെ ഇരുന്നിട്ടാണ്. നമ്മുടെ പണ്ടത്തെ ഒരു ട്രഡീഷണൽ ചെയർ ആണ്. ഇവിടെ ഇരുന്നിട്ടാണ് എല്ലാവരും വർത്താനമൊക്കെ പറയാം. എല്ലാവരും വന്നു കഴിഞ്ഞാല് അടുക്കള പുറത്തൊക്കെ ഇരുന്ന് വർത്താനം പറയും. ഇതിന്റെ ഇതൊക്കെ മൊത്തം ഇളകിപ്പോയി നമ്മൾ ഇരിക്കാം. എന്നാലും നമ്മൾ തുണിയൊക്കെ വെച്ച് ഇരുന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അതൊന്ന് അപ്പോ അമ്മ ഇവിടെ ഇരുന്ന് പച്ചക്കറിയൊക്കെ അരിയുന്ന സമയത്ത് ഈ ഒരു സംഭവം മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗത്തിന് നമുക്കൊന്നും പറ്റിയില്ല. അങ്ങനെ വീണ്ടും ഇത് റിനോവേഷൻ ചെയ്തതാണിത്. നമുക്ക് ക്ലോസ് ചെയ്യാം. ഇത് വരുന്നുണ്ട്, പവർ ചെയ്യാം. പിന്നെ കിച്ചണിന്റെ മുകളിൽ സാധാരണ എല്ലാ അടുക്കള പോലെ പരിപ്പ്, ചായപ്പൊടി, കടല, പഞ്ചസാര, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഈ ഒരു ഏരിയയും ഇളകി പോയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. അപ്പൊ നമുക്കിനി അകത്തേക്ക് കിടക്കാം. കിച്ചൺ ഏരിയ ആണ് ആദ്യം നോക്കിയതല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ, ഇത് നമ്മൾ ഇറയെന്നാണ് പറയാ. ഇതിന് മുകളിൽ മച്ചാണ് കേട്ടോ, വാർപ്പല്ല. ഇത് മൊത്തം മരമാണ്, തടി കൊണ്ടുള്ള സംഭവമാണ്. ഇത് നമ്മുടെ അച്ചാച്ചൻ അമ്മമ്മയാണ്. ക്ലോക്ക്, അവീൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ ഇതാണ് പടിഞ്ഞിറ്റകം എന്ന് പറയും. പടിഞ്ഞിറ്റകം. ഇവിടെയാണ് നമ്മുടെ പണ്ട് മുതലുള്ള മേക്കപ്പ് റൂം. ഇതൊക്കെ പെയിന്റ് ഇളകി കിടക്കുന്ന വെച്ചാൽ ഇതിന്റെ അപ്പുറത്ത് ഇത് മരമാണ് കേട്ടോ. ഇതിന്റെ അപ്പുറത്ത് ഷെൽഫ് പോലുള്ള സംഭവമാണല്ലോ. അതുകൊണ്ടാണ് ഈ ഏരിയയിലുള്ള പെയിന്റ് പെട്ടെന്ന് ഇളകി പോവും. അതേപോലെ തന്നെ ഈ ഏരിയയിലും മരമാണ്. മുട്ടി അപ്പുറത്ത് കേൾക്കാം. അപ്പുറത്തെ റൂമിലെ ആ ഒരു കബോർഡാണ് സംഭവം. ഇവിടെ നമുക്കൊരു ഫാൻ ഉണ്ട്. ഇവിടെ ഒരു ബെഡ് ഉണ്ട്. ഇവിടെ പൗഡറും ചീപ്പൊക്കെ വെച്ചിട്ടുണ്ടാവും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെന്റെ ഷെൽഫായിരുന്നു പണ്ടത്തെ. ഞാനും അമ്മയും ചേച്ചിയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷെൽഫാണ്.
നമുക്ക് അടുത്ത റൂമിലേക്ക് കിടക്കാം. അപ്പൊ എല്ലാ വീട്ടിലും കാണുന്ന ഒരു കലാരൂപം ഇവിടെയും കാണാൻ കിട്ടും. ഒരു കസേരയും ഒരുപാട് തുണികളും. അപ്പൊ ഞാൻ എൻ്റെ ബാഗ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ അയണിങ് ടേബിൾ ആണ് കേട്ടോ. ഇതാണ് ഇപ്പൊ ഞാനും അവിയും ഇവിടെയാണ് കിടക്കുന്നത്. ഇതിനെ കൊട്ടിലകം എന്നാണ് പറയാ കേട്ടോ. അപ്പൊ അപ്പുറം കണ്ടത് പടിഞ്ഞിറ്റാകം, ഇത് കൊട്ടിലകം. ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇതിൽ നിന്നും ചിലപ്പോ നമ്മുടെ റെഡി ആവാനൊക്കെ ഈ ഒരു മിററും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു നേരത്തെ കണ്ട ആ ഒരു തടിയുടെ സംഭവമാണ്. ഇവിടെ എൻ്റെ ചേച്ചിന്റെ ഫോട്ടോ ഉണ്ട്, താഴെ ഉണ്ട് വേറെ. ഇത് ഇവിടെയും ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഫാമിലി ഊട്ടിയിൽ നിന്നാണ് ട്രിപ്പ് പോയതാണ്. ചേച്ചിയുടെ കല്യാണ ഫോട്ടോ ആണ്. ഇവിടെ പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. തടിയാണ് കേട്ടോ, മുകളിലൊക്കെ മച്ചാണ്. ഒരു ഫാൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി വരുമ്പോ ഇവിടെ നമ്മുടെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ ആണ്. അപ്പൊ ഇത് കുറച്ച് സ്പെഷ്യൽ ആണ്, കാരണം ഇത് കണ്ടോ, ഇത് തടിയാണ്. ഇതിന് പുറകിലായിട്ട് മരം കൊണ്ടുള്ള ഒരു കവറിങ് തന്നെയായിരുന്നു. അപ്പൊ ഒരുപാട് വർഷം പഴകിയത് കൊണ്ട് തന്നെ അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു, ദ്രവിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും വീണ്ടും ചെയ്തതാണ്. ഇത് പ്ലാസ്റ്റിക്കിന്റെ സംഭവമാണ്, അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തടി കൊണ്ടുള്ള തന്നെയാണ്, ജസ്റ്റ് മുകളിലേക്ക് കയറാനുള്ളതാണ്. അപ്പൊ ഈ പണ്ട് കാലത്തുള്ള ട്രഡീഷണൽ സ്റ്റെയർ കേസ് ആണ് കേട്ടോ. ഇപ്പൊ എവിടെയും അങ്ങനെ കാണാനൊന്നും അധികം കിട്ടുന്നില്ല തോന്നുന്നു. സാധാരണ ഇങ്ങനത്തെ സ്റ്റെയർ കേസ് ഒന്നും കണ്ടിട്ടില്ലാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ കയറാനായിട്ട് നല്ല പേടിയാണ് കേട്ടോ. കാരണം ഇത് ജസ്റ്റ് കുത്തനെയുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഇതിന് റെയിലും കാര്യങ്ങളൊന്നും ഇല്ല പിടിക്കാനായിട്ട്. ജസ്റ്റ് ഇങ്ങനെ കയറി പോകണം. പക്ഷെ ഞങ്ങൾക്കിത് ഭയങ്കര ശീലമായ കാര്യമാണ്. ചെറുപ്പത്തിലേ നമ്മള് കയറി പോകുന്ന, നമ്മുടെ അമ്മേന്റെ അച്ഛൻ്റെയോ നമ്മുടെ റൂം മുകളിലായിരുന്നു പണ്ട് എല്ലാ ഫാമിലിയും താമസിക്കുന്ന സമയത്ത് നമ്മൾ സ്ഥിരം കയറി ഇറങ്ങുന്ന ഒരു സ്റ്റെയർ ആയിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് പിടിക്കാണ്ട് തന്നെ കയറാനുള്ള ആ ഒരു ഇതുണ്ട്. പിന്നെ ചെറുപ്പകാലത്ത് ഞാൻ ഇതിന്റെ മുകളിൽ നിന്ന് വീണിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻസിഡന്റ് എനിക്ക് ഓർമ്മയുണ്ട്. അത് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റിച്ചൊക്കെ ഇടേണ്ടി വന്നിട്ടുണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് വീണു. അത് ജസ്റ്റ് എന്തോ അശ്രദ്ധയോടെ വീണ് പോയതാണ്. പിന്നീട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമുക്ക് മുകളിലേക്ക് എന്തായാലും കയറാം. പിന്നെ ഈ ഒരു മുകളിലത്തെ നിലക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാല്, ഞാൻ കല്യാണത്തിന് മുന്നേ എൻ്റെ റൂമായിരുന്നു ഇതിന് മുകളില് കയറി വരുമ്പോ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ കുട്ടികളെയൊന്നും നമ്മൾ അവിടെ ഒറ്റക്കൊന്നും ആക്കാറില്ല. കാരണം അവിയൊന്നും ഇവിടേക്ക് കയറാറേ ഇല്ല. കാരണം ഇവിടെ സേഫ്റ്റി ഇല്ല, വീണ് പോകാൻ ചാൻസസ് ഉണ്ട്, ചെറിയ കുട്ടികളെ. അപ്പൊ അവനെ കയറ്റാറേ ഇല്ല. ഇവിടെ കയറി വരുമ്പോൾ നമുക്കിവിടെ ചെറിയൊരു ജനാലയുണ്ട്. അതിനപ്പുറത്തും ഒരു ജനാലയുണ്ട്. ഇവിടെ നമ്മുടെ മുല്ലവള്ളിയൊക്കെ കാണാൻ പറ്റും. ഇവിടെയാണ് മുല്ലപ്പൂക്കൾ. ഇതാ ടെറസിലൊക്കെ കുറെ വീണ് കിടക്കുന്നുണ്ട്. ഇവിടെയാണ് കേട്ടോ കുഞ്ഞി ടെറസ് വരുന്നത്. പക്ഷെ അവിടേക്ക് കയറാനൊന്നുള്ള വഴിയില്ല, ഏണി വെച്ച് കയറണം. അപ്പൊ ഇത് നമ്മുടെ മിററാണ്. അച്ഛൻ ഷേവ് ഒക്കെ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. ഞാൻ പണ്ട് കോളേജിലൊക്കെ പോകാൻ റെഡി ആയിക്കൊണ്ടിരുന്നത് ഈ മിററിലാണ്. അപ്പൊ ഇവിടെ പണ്ടത്തെ ഒരു പെട്ടിയുണ്ട്. പണ്ട് കാലത്ത് ഇവർ യൂസ് ചെയ്തിരുന്നതാണ്. ഇതിലെന്താണെന്നൊന്നും അറിയില്ല. പണ്ടത്തെ എന്തൊക്കെയോ തുണികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ഒരു റൂം യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പം അമ്മ കുറെ ആക്രി സാധനങ്ങളൊക്കെ വെച്ചിട്ടാണുള്ളത്. പഴയ ഗ്യാസ്, കുറെ ബക്കറ്റ്, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതിന്റെ വാതില് ഇളകി കിടക്കാണ്. അപ്പൊ ഇത് അടുത്തതാണ് എൻ്റെ സ്വർഗരാജ്യം. അപ്പൊ ഇവിടെയാണ് കല്യാണത്തിന് മുന്നേ ആയിട്ട് ഞാൻ കിടന്നിരുന്ന റൂമാണ്. ഈ ഒരു സീലിംഗ് ഒക്കെ പിന്നീട് ചേച്ചീന്റെ കല്യാണത്തിന്റെ സമയത്തൊക്കെ അടിച്ചതാണ്. അതിനു മുന്നേ ആയിട്ട് ഇവിടെ ജസ്റ്റ് ഇതേപോലെ ഓടാണ് കണ്ടിരുന്നത് കാണുക. അപ്പൊ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ ഒക്കെ മുകളിൽ ഇങ്ങനെ ഓടാണ് കാണുക. ഇവിടെ എനിക്ക് പണ്ട് ഗിഫ്റ്റ് കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. പിന്നെ എൻ്റെ ബുക്സ് ആണ്. പണ്ടത്തെ നമ്മൾ ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്തൊക്കെ കുറേ ബുക്സ് ഉണ്ട്. പിന്നെ ഒരു ചേച്ചിയുടെ ബോട്ടണി, ബാങ്കിന്റെ എക്സാംസ്, മാത്സ്. ഇത് ഞാൻ കെമിസ്ട്രി ഡിഗ്രി പഠിച്ച സമയത്താണ്. ഒക്കെ ബാങ്കിങ് എക്സാംസിന്റെ ആണ്. PSC ബുക്കൊന്നും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. അതൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇതാണ് അപ്പൊ ഇവിടെയും നമുക്ക് ജനലുണ്ട്. ഇത് അടുക്കള സൈഡാണ് വരിക ഈ ഒരു ജനൽ തുറന്നാൽ. മഴക്കാലത്തൊക്കെ ഈ ജനൽ തുറന്നിട്ടിട്ട് പുറത്തേക്ക് നോക്കി രാത്രിയൊക്കെ പഠിക്കാൻ ഈ ഒരു ടേബിളൊക്കെ ഞാൻ പഠിക്കാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജനലൊക്കെ തുറന്നിരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു ടേബിൾ യൂസ് ചെയ്തിട്ട് പഠിക്കും. ഈ ഒരു ഫാനായിരുന്നു. അവിടെ പൊടിയുണ്ട്. അങ്ങനെ അധികം മുകളിൽ ആരും കിടക്കാറൊന്നുമില്ലല്ലോ. ഇപ്പൊ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഈ വീട്ടില്. അപ്പൊ ഞങ്ങൾ നിൽക്കാൻ വന്ന് കഴിഞ്ഞാല് ഞങ്ങൾ കൂടി ഉണ്ടാവും.
ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ വരും കേട്ടോ. പണ്ട് ഞാൻ എക്സാമിന് പ്രിപ്പയർ ബാങ്ക് എക്സാമിന് ഡിഗ്രിക്ക് പഠിച്ചത്, അതിനുശേഷം ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തെ ഓർമ്മകള്, ബാങ്ക് എക്സാമൊക്കെ എഴുതിയിട്ട് കിട്ടാണ്ട് ഡിപ്രഷൻ അടിച്ചിരുന്ന് PSC എക്സാം, അതിനുശേഷം കല്യാണത്തിന് ശേഷം വീണ്ടും PSC എക്സാം, ഇവിടെ വന്നിട്ട് പ്രിപ്പയർ ചെയ്തത്. കുഞ്ഞുണ്ടാകുന്നത് വരെ ഞാൻ ഇവിടെയാണ് കിടന്നുകൊണ്ടിരുന്നത്. പക്ഷെ കുഞ്ഞുണ്ടായതിനു ശേഷം ഈ റൂമിനെ മിസ് ചെയ്തു ഒരുപാട്. പിന്നെ താഴെയായി, ഇതുവരെ മുകളിൽ കിടന്നിട്ടില്ല. അപ്പൊ നമുക്ക് താഴേക്ക് പോവാം. ഇവിടെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കാം. അപ്പൊ ഇവിടെ കുറച്ച് അയക്കൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അയക്ക് കെട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് ഇടുക. നമുക്ക് താഴോട്ടേക്ക് പോവാം. ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് സിമ്പിളാണ്. പക്ഷെ പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇപ്പൊ ഈ റൂമില് ഈ ഒരു ബ്ലാങ്കറ്റിന് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. കാരണം ഞാൻ കല്യാണത്തിന് മുന്നേ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്ലാങ്കറ്റ് ആണ്. ഇപ്പൊ നമ്മള് പെൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞ് പോയാൽ സ്വന്തം വീട്ടിൽ വന്നിട്ടാകുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആണല്ലേ. അപ്പൊ ഈ ഒരു ബ്ലാങ്കറ്റ് പൊതച്ചിട്ട് ഉറങ്ങിയാൽ മാത്രമേ പണ്ട് എനിക്ക് ഉറക്കം വരാറുണ്ടായിരുന്നുള്ളൂ. എത്ര മഴയായാലും വെയിലായാലും ഈ ഒരു ബ്ലാങ്കറ്റും ഫാനും ഇട്ടിട്ട് ആ ഒരു കോമ്പോ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് മെമ്മറിയാണ്. അപ്പൊ ഇപ്പൊ വന്നാലും ഞാൻ ഈ ബ്ലാങ്കറ്റിനെ എടുക്കും. കാരണം പണ്ടത്തെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, നമ്മുടെ സ്വന്തം വീട്ടിൽ വരുന്ന ആ ഒരു ഫീല്. അപ്പൊ ഇത്രയുമാണ് ഞങ്ങളുടെ വീട്. ഈ നിലത്തൊക്കെ ടൈലൊന്നുമല്ല, കാവിയിട്ടിരിക്കുകയാണ്. അതായത് ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. ഇവിടെയൊക്കെ കിടക്കാനായിട്ട് ഇപ്പൊ ചൂട് കാലത്തൊക്കെ ജസ്റ്റ് നിലത്ത് കിടന്നാൽ തന്നെ നല്ല തണുപ്പാണ്. അകത്ത് ഇവിടെ റെഡ് കളർ ആണെങ്കിൽ പുറത്ത് ബ്ലാക്ക്, കറുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ കാറ്റ് വീശുമ്പോ ഒക്കെ ഇടയ്ക്ക് മുല്ലപ്പൂ വീണോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ജൂൺ മാസമാണ്. ജൂൺ തുടങ്ങിയിട്ട് മഴ പെയ്തിനില്ല. ഇപ്പൊ ചെറിയൊരു കാറ്റൊക്കെ വീശുന്നുണ്ട്. മഴ പെയ്യുമെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അത്ര അടിപൊളിയൊന്നും അല്ലെങ്കിലും ലോകത്തെ ഏതൊരു കോർണറിൽ പോയാലും കിട്ടാത്ത എന്തോ ഒരു മനസ്സമാധാനം, സന്തോഷമൊക്കെയാണ് ഇവിടെ വന്നാൽ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.